അങ്ങനത്തെ കേസല്ലല്ലോ. ഒരു സർവീസും നടത്തി കൊടുക്കാതെ ബിസിനസ് നടത്തുന്ന ഞാൻ എത്ര പേരെ കാണിച്ചു തരാം. അവരുടെ ഒന്നും അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ആരുടെയും പൈസ വരുന്നില്ല. ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് വെറുതെ കമ്പനികൾ പൈസ അയച്ചു കൊടുക്കുക. 1,70,00,000 പിന്നെ വേറെ 1 കോടി അങ്ങനെ അയച്ചു കൊടുക്കുമോ? അങ്ങനെ അയച്ചു കൊടുക്കുമെങ്കിൽ ഓക്കെ. ഏതെങ്കിലും ഒരു കേസ് തന്നെ അങ്ങനെ കാണിച്ചു ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വെറുതെ ഒരാൾ വിചാരിക്കണം അവൻ പാവം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ അക്കൗണ്ടിലേക്ക് 1 കോടി രൂപ അയച്ചു കൊടുത്തേക്കാം, 2 കോടി രൂപ അയച്ചു കൊടുത്തേക്കാം എന്നാരെങ്കിലും വിചാരിക്കുമോ? അങ്ങനെ വിചാരിക്കില്ലല്ലോ. അത് കിട്ടിയിട്ടാണല്ലോ. കിട്ടിയത് എന്താണെന്ന് വേറെ അന്വേഷിക്കാം. നമുക്ക് എൻ്റെ ഫേവറാണ് കിട്ടിയെന്ന് വേറെ അന്വേഷിക്കാം. ഇതിലെ ഈ അഴിമതി നടന്നു എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഏത് ഏജൻസിയുടെ അന്വേഷണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്? അല്ല, അത് ഇത് അന്വേഷിക്കേണ്ട. ആദ്യം ഫ്രോഡാണ് ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത്. ഫ്രോഡ് നടന്ന് ക്രിമിനൽ കുറ്റമാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. അതായത് 447 അനുസരിച്ച് ക്രിമിനൽ കുറ്റമാണ്. 3 മാസം മുതൽ 10 കൊല്ലം വരെ, 6 മാസം മുതൽ 10 കൊല്ലം വരെ ശിക്ഷ കിട്ടുന്നതാണ്. എമൗണ്ടിന്റെ ഇതനുസരിച്ചിട്ട് ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്ന എമൗണ്ടിന്റെ 3 ഇരട്ടി വരെ ഫൈൻ കൊടുക്കാവുന്ന ഗുരുതരമായ കേസാണ്. 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കേസാണ്. ഗുരുതരമായ ഒരു കേസാണ്. അതിന്റെ വിചാരണയും മറ്റു കാര്യങ്ങളും നടക്കട്ടെ. അപ്പൊ ധാർമ്മികമായി മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ആ വാക്കല്ലേ ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെയല്ലേ സാധാരണ CPM പറയാറുള്ളത്. ബാക്കിയുള്ളവരെ കുറിച്ചുള്ള ആക്ഷേപം ആരെങ്കിലും കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയാറ് സാധാരണയായിട്ട്. അപ്പൊ അത് തന്നെ അവർക്കും ബാധ്യതപ്പെട്ടാണ്. സമാനമായി പണം കൈപ്പറ്റിയതല്ലോ മറ്റു നേതാക്കന്മാര് അവരെ കുറിച്ച് പറയുന്നത് അവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്കും പാർട്ടി ഫണ്ടിലേക്കും പൈസ ചോദിച്ചു, പാർട്ടി പ്രവർത്തനത്തിന് ബിസിനസ്സുകാരിൽ നിന്ന് പൈസ മേടിച്ച് എങ്ങനെ ക്രിമിനൽ കുറ്റമാണ്? ഇപ്പൊ ഞാൻ നാളെ മാസപ്പടിയൊന്നും ഇല്ലല്ലോ അതിൻ്റെ അകത്ത്. അവര് ബാക്കിയുള്ള നേതാക്കന്മാർ പണം മേടിച്ചതായിട്ട് അവിടെ അവരുടെ ഡയറിയിൽ കുറിപ്പുണ്ടായെന്ന് പറഞ്ഞു. ആ പണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും പാർട്ടി പ്രവർത്തനത്തിനും ആളുകൾ ഫണ്ട് മേടിച്ചാൽ എന്താ കുഴപ്പം? അതിനെന്താ തെറ്റ്? എന്നാൽ പിന്നെ പിണറായി വിജയൻ ഈ 2 കോടി രൂപ CPMന്റെ ഫണ്ടിലേക്കാണ് 2,70,00,000 മേടിച്ചെങ്കിൽ ഞങ്ങൾ ആരോപണം ഉന്നയിക്കുമോ? CPMൽ ഒരുപാട് പേർക്ക് CPMലേക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ. CPM നേതാക്കന്മാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ. അതൊന്നും ആരോപണമല്ലല്ലോ. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഫണ്ട് കൊടുക്കുന്നത്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് കൊടുക്കുന്നത് അതൊന്നും ക്രിമിനൽ കുറ്റമല്ലല്ലോ. ക്രിമിനൽ കുറ്റമാണോ? അല്ല, ക്രിമിനൽ കുറ്റമല്ല. ഇപ്പോൾ ഇലക്ഷൻ ബോണ്ട് മേടിച്ചിട്ടില്ല എന്ന് CPM പറയും. ബോണ്ട് മറ്റുള്ള പാർട്ടികൾക്ക് കൊടുത്ത അതേ കമ്പനികൾ പൈസ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ബോണ്ടല്ല കൊടുത്തത്, കാശാ കൊടുത്തത്. എൻ്റെ കയ്യിലുണ്ട് പ്രൂഫ്. കൊടുത്തത് കമ്പനികൾ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. മറ്റ് BJPക്കും കോൺഗ്രസിനും അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ട് വഴി പണം കൊടുത്ത അതേ കമ്പനികൾ CPM ബോണ്ട് മേടിച്ചിട്ടില്ല എന്ന് പറയാണ്. അവർ കാശ് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ പറയാനില്ല അത് ക്രിമിനൽ കുറ്റമാണെന്ന്. അത് ക്രിമിനൽ കുറ്റമല്ല. ഇത്രയല്ലോ. അല്ല, അതിനകത്തൊരു ലീഗൽ ഇഷ്യൂ ഉണ്ട്. അത് തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരണം എന്നുണ്ടെങ്കിൽ ആ ഫേവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഒരു കറപ്ഷൻ വേറെ നടന്നിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ ആവശ്യമായ അത്തരം തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പൊ അദ്ദേഹം സുപ്രീം കോടതി പോവോ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയാൽ മതിയല്ലോ. അത്രയേ ഉള്ളൂ. അതങ്ങനെ ആ കേസിന്റെ വിധിയെ അവര് ദുർവ്യാഖ്യാനം ചെയ്യാണ്. കേസിന്റെ വിധി ഞാൻ പറഞ്ഞതാണ്. ഞാൻ അന്ന് പിറ്റേ ദിവസം തന്നെ നിങ്ങളോട് ഞാൻ ഈ SFIയുടെ കാര്യവും PML ആക്ടിന്റെ കാര്യവും നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങളോട് ഞാൻ സംസാരിച്ചിരുന്നു. ഓർമ്മയുണ്ടാവും. നിങ്ങൾ അതിന്റെ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ വരും ക്ലിയർ ആയിട്ട്. മറ്റതിൽ പ്രൂവ് ചെയ്യണം. എങ്ങനെ? അല്ല, അത് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസയല്ലേ. കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ അക്കൗണ്ടിന്, ഇപ്പം ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്ന ആളാണ്. എൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും എൻ്റെ കോപ്പി ഇൻകം ടാക്സ് റിട്ടേണിൽ വയ്ക്കും. അപ്പോൾ എനിക്ക് അധികമായി വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അസസ് ചെയ്യും എൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ എത്രയാണെന്ന്. എനിക്ക് അധികമായി വരുമാനം ഉണ്ടെന്ന് എന്നിട്ട് ടാക്സ് കൊടുക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസ അല്ലേ. അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസയ്ക്ക് ആ കമ്പനിയും ഈ വ്യക്തിയും ഈ പ്രതിയായിപ്പെട്ടിരിക്കുന്ന ആളും ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കണം. ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ ഇൻകം ടാക്സിൻ്റെ അസസ്മെന്റ് വരില്ലേ. അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസ ഒളിച്ചു വയ്ക്കാൻ പറ്റുമോ? അത് വൈറ്റ് ആക്കാൻ നോക്കിയതാണ്, വെളുപ്പിക്കാൻ നോക്കിയതാണ് അക്കൗണ്ടിൽ കൂടി. അതാണ് PML ആക്ട് കൂടി വന്നത്. മനസ്സിലായ? വെളുപ്പിക്കാൻ നോക്കിയ മണി ലോണ്ടറിങ് ആണ്. അല്ല, തീർച്ചയായിട്ടും അവരുകൂടി അന്വേഷിക്കേണ്ടതാണ്. അവരുടെ പരിധിയിൽ കൂടി, അന്വേഷണ പരിധിയിൽ കൂടി
വരുന്ന കേസാണ്, അവരുകൂടി അന്വേഷിക്കേണ്ട കേസാണ്. സംശയം എന്താ? ഈ ഇ ഡി പറഞ്ഞപ്പോഴാണ് ഈ ഗോകുലത്തിന്റെ എല്ലാ ഓഫീസുകളിലും ഇ ഡി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് കാണുന്നത്? അതിപ്പോ ആ സിനിമ കൊണ്ടുവന്നാണെന്നാണെന്ന് എല്ലാവർക്കും അറിയാലോ. മറ്റേ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും, ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ഗോപാലിന് വീട്ടിൽ ഇ ഡി കയറാനുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും അറിയാതെ. അതല്ല ഞാൻ പറഞ്ഞല്ലോ, ആ വ്യത്യാസം പറഞ്ഞത് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞു. ഇത് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസല്ല. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എല്ലാ കേസിലും സംഘപരിവാർ നേതൃത്വം ശ്രീ പിണറായി വിജയനെ സംരക്ഷിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇത് അങ്ങനെ വന്ന കേസല്ല, ഇതങ്ങനെ പോവില്ല ആ കേസ്. വഖഫ് ബില്ല് പാർലമെന്റിൽ പാസ്സായിരിക്കുകയാണ്. കടുത്ത ഒരു എതിർപ്പാണ് മുനമ്പം ജനതയുടെ ഭാഗത്ത് നടക്കം UDF-നും CPM-നും ഒക്കെ നേരിടേണ്ടി വരുന്നത്. എന്താണ് ഇപ്പൊ വഖഫ്? അല്ല, അത് അവർ തെറ്റിദ്ധാരണ കൊണ്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എടുത്ത അതിശക്തമായ നിലപാടാണ്. ഒരു മതവിശ്വാസങ്ങളുടെയും മത ആചാരങ്ങളുടെയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അധികാരം ഉപയോഗിച്ച് അത് കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. അതിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അത് വളരെ മനോഹരമായി പാർലമെന്റിൽ ഇരുസഭകളിലും കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും മെമ്പർമാർ ശക്തമായി അവതരിപ്പിച്ചു. അത് ഞങ്ങളുടെ നിലപാടാണ്. ആ നിലപാടിൽ ആരെങ്കിലും പറഞ്ഞു എന്നോർത്ത് ഞങ്ങൾ വെള്ളം ചേർക്കില്ല, ഒരു തരത്തിൽ വെള്ളം ചേർക്കില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം, വഖഫ് ബില്ല് വന്നപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ നിലപാട്. നാളെ ചർച്ച് ബില്ല് വരും, ചർച്ച് ബില്ല് വരുമ്പോഴും ഇതായിരിക്കും ഞങ്ങളുടെ നിലപാട്. ഇപ്പം BJP പിന്തുണയ്ക്കുന്ന ആളുകൾ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, BJP സ്പോൺസേഡ് ആയിട്ട് ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ആ ടീമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വളർത്തിയെടുക്കണം, രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിനകത്തുള്ളത്. അതിലാരും വീട് പോകരുത്. ഇതേ BJP ആണ് ജബൽപൂരിൽ അല്ലേ ഒരു വൈദികനെ പോലീസിന്റെ മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ 2-3 വർഷമായി നൂറുകണക്കിന് ആക്രമണങ്ങളാണ് പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേരെ, ക്രിസ്മസ് ആരാധനകൾക്ക് നേരെ എല്ലാം ഉണ്ടാകുന്നത്. ഇപ്പം ഇന്നലെ ഒരു പുതിയ ഉത്തരവുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിൽ ദുഃഖ വെള്ളിയാഴ്ച പ്രവൃത്തി ദിനമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെല്ലുവിളിക്കുകയാണ്. ദുഃഖ വെള്ളിയാഴ്ച ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ദിവസമാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ, ലോകം മുഴുവൻ. അന്ന് മനഃപൂർവ്വം കേന്ദ്ര ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കി ഗുഡ് ഫ്രൈഡേ ദുഃഖ വെള്ളിയാഴ്ച പ്രവൃത്തി ദിനമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോ അല്ലേ, കൊച്ചിയില് നിങ്ങൾ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? നിങ്ങളോട് മറുപടി മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് മര്യാദയ്ക്ക് ഇരിക്കേണ്ടത് മാധ്യമപ്രവർത്തകരല്ല, സംഘപരിവാറുകാരും ബജരംഗദളുകാരുമാണ് മര്യാദയ്ക്ക് ഇരിക്കേണ്ടത്. ഞാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഒരു സിനിമാ താരം എന്നുള്ള നിലയിലല്ലല്ലോ അദ്ദേഹത്തോട് ചോദിച്ചത്. BJPയുടെ കേന്ദ്രമന്ത്രിയാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വൈദികനാണ് ആക്രമിക്കപ്പെട്ടത് മധ്യപ്രദേശിൽ BJP ഭരിക്കുന്ന സ്ഥലത്ത്. തെരഞ്ഞെടുപ്പ് കാലത്തെ പള്ളിയിൽ സ്വർണ്ണകിരീടമായിട്ട് പോയാൽ മാത്രം പോരാ, അല്ലാത്ത സമയത്തും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ സംരക്ഷിക്കാൻ, അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത കൂടി ഈ കേന്ദ്രമന്ത്രിക്കുണ്ട്. അപ്പൊ കേന്ദ്രമന്ത്രിയും BJPയും അതിന് മറുപടി പറഞ്ഞാൽ മതിയാവും. ഇപ്പൊ അവിടെ പോയി എന്താണ് ഈസ്റ്റർ കാലത്ത് ക്രിസ്മസ് കാലത്ത് കേക്ക് വിതരണം നടത്തും, വീടുകളിൽ പോയി കെട്ടിപ്പിടിക്കും. അതിന്റെ രാജ്യത്തുടനീളം പള്ളികൾ ആക്രമിക്കുക, ക്രിസ്മസ് ആരാധനകൾ തകർക്കുക. ഇതൊരു തീർത്ഥാടനം നടത്തിയ ആൾക്കൂട്ടത്തെയാണ് തടഞ്ഞു വെച്ചത്. അത് അന്വേഷിക്കാൻ പോയ വൈദികനെയാണ് ക്രൂരമായി ആക്രമിച്ചത്. വേറെ എത്രയോ വൈദികർ UPയിലൊക്കെ ജയിലിൽ കിടക്കും, മലയാളികളടക്കം. സ്റ്റാൻ സ്വാമിയെ ജയിലിൽ വെച്ച് കൊന്നു. സുരേഷ് ഗോപി പലപ്പോഴും ഒരു മന്ത്രിയാണെന്നുള്ള കാര്യം മറന്നു പോകുന്നു. അല്ല, മന്ത്രിയാണെന്ന് മറക്കാൻ പാടില്ലല്ലോ. മറുപടി പറയാനില്ലാണ്ടാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറയട്ടെ. സ്വർണ്ണകിരീടവുമായി തെരഞ്ഞെടുപ്പ് കാലത്ത് പള്ളിയിൽ പോയാൽ മാത്രം പോരാ. അത് കൊടുത്ത സന്ദേശം എന്താന്ന് ഞാൻ അതിനെ തെറ്റൊന്നും പറയുന്നില്ല, അതിന് ഞാൻ തെറ്റ് പറഞ്ഞതല്ല. അദ്ദേഹം പോയി, അതിന് കൊടുത്ത മെസ്സേജ് എന്താണ്? അവരെ കൂടി ചേർത്ത് നിർത്തുമെന്നല്ലേ അതിന്റെ മെസ്സേജ്. ഇപ്പൊ അവര് സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോ ചോദിച്ചപ്പോ മറുപടിയില്ല അല്ലേ, മറുപടിയില്ല. പിന്നെ ഈ ബില്ല് പാസ്സാക്കിയത് കൊണ്ട് മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവോ? ഉണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. അപ്പൊ നമുക്ക് അവരെ അഭിനന്ദിക്കാം ചെയ്യുകയാണെങ്കിൽ.
ആ, സമസ്ത മുഖപത്രം മുഴുവൻ വായിക്കണം. മുഴുവൻ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അവസാനത്തെ ഒരു വാചകം മാത്രം അങ്ങ് വായിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. മുഴുവൻ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് CPM-ന്റെ ഒരു അജണ്ടയാണ്, ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി. ഇന്ത്യ മുന്നണി ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പാർലമെന്റിലെ ഇരുസഭകളിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു, ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട്, ഇല്ലേ? പിന്നെ കേരളത്തിലെ ബില്ല് പാസ്സാക്കണ പോലെയാണോ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരുന്നത്? ബില്ല് കൊണ്ടുവരുന്നത് എന്താണെന്നറിയില്ല. ഇവിടെ നമ്മൾ സമ്മതിക്കില്ല. ഇവിടെ ബില്ല് സർക്കുലേറ്റ് ചെയ്ത് ആ ബില്ല് എന്ന് ചർച്ചയ്ക്കെടുക്കും എന്ന് തീരുമാനിക്കും. ആ ബില്ല് ചർച്ചയ്ക്കെടുത്ത് ആ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കും. അമെൻമെന്റ് ഭേദഗതി കൊടുക്കാനുള്ള സമയം തരും. തിരിച്ച് ആ ബില്ല് വരും, രണ്ടാം വായന നടത്തും, നമ്മുടെ അമെൻമെന്റ് ചർച്ചയ്ക്കെടുക്കും, ഭേദഗതി, മൂന്നാം വായന നടത്തും. ഇതൊന്നും അവിടെ ഇല്ല. ബില്ല് അന്ന് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ബില്ല് എന്താണ്, ബില്ലിനകത്ത് ഏതെല്ലാം പ്രൊവിഷൻ ആണെന്ന് അറിയുന്നത് അന്ന് ചെല്ലുമ്പോഴാണ്. മാസപ്പടി കേസിലും വഖഫ് ബില്ലിലും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം രാഷ്ട്രീയ പ്രേരിതമല്ല മാസപ്പടി കേസ്, മുഖ്യമന്ത്രി രാജിവെക്കണം, അതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എന്ന് VD സതീശൻ പറയുന്നു. ഒപ്പം വഖഫ് ബില്ലിൽ കോൺഗ്രസിന്റെ നിലപാട് തുടരും എന്നുള്ള കാര്യം കൂടി ആവർത്തിക്കുകയായിരുന്നു VD സതീശൻ. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ.